മംഗളൂരുവിൽ ആൾക്കൂട്ടാക്രമണത്തിൽ വയനാട് സ്വദേശി അഷ്റഫ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുന്നു. മംഗളൂരുവിന് സമീപം കുടുപ്പു ഭദ്ര കല്ലുരുട്ടി ക്ഷേത്ര മൈതാനത്ത് പ്രാദേശിക ക്രിക്കറ്റ് ടൂർണമെന്റിനിടെയാണ് 30ഓളം വരുന്ന സംഘം പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചുവെന്നാരോപിച്ച് അഷ്റഫിനെ ചവിട്ടിയും വടികൊണ്ടടിച്ചും കൊലപ്പെടുത്തിയത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെയായിരുന്നു സംഭവം. ആക്രി പെറുക്കി ഉപജീവനം നടത്തുന്ന അഷ്റഫ് വർഷങ്ങൾക്കു മുൻപ് തന്നെ മംഗളൂരുവിൽ എത്തിയിരുന്നു. ഇയാൾക്ക് മാനസികാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. വീട്ടുകാരുമായി അകന്നു കഴിയുന്ന ഇയാൾ ഏറ്റവും ഒടുവിലായി പെരുന്നാളിന് വീട്ടിലെത്തിയിരുന്നു. ഒരിടത്തും സ്ഥിരമായി കഴിയാത്ത അഷ്റഫ് ഉപദ്രവകാരി ആയിരുന്നില്ലെന്നും ബന്ധുക്കൾ പറഞ്ഞു. നിലവിലെ പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും സഹോദരൻ ജബ്ബാർ പറഞ്ഞു. ഈ ബോഡി ഐഡന്റിഫൈ ചെയ്യുന്ന മുന്നേ തന്നെ ഇപ്പോൾ ഇപ്പം തന്നെ ഒരു 20 ആളുകളെ അറസ്റ്റ് ചെയ്യും, അവർ റിമാൻഡിലൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നമുക്കൊരു അങ്ങനെ പറയാൻ പറ്റും. അവിടെ ആളെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവിടെ അന്വേഷണം ആ ഒരു കാര്യങ്ങളിൽ നടന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ബോഡിയൊക്കെ ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് അവിടുന്ന് അത്രയും UT ഖാദർ അങ്ങനത്തെ ആളുകളൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യങ്ങളിൽ. പിന്നെ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ ആൾക്ക് ഒരു ചെറിയ മാനസികപരമായിട്ട് ഒരു അവിടെ വെച്ചാൽ നമ്മുടെ തൊടുപുഴ പൈങ്കുളം ഹോസ്പിറ്റലിൽ, അതേപോലെ വെട്ടം ഹോസ്പിറ്റലിൽ, അതേപോലെ നമ്മൾ പെരുമ്പിലാവ് അൻസാർ മാനസികാരോഗ്യ അവിടെയൊക്കെ ചികിത്സ ഒരു എന്താ പറഞ്ഞാൽ ഇങ്ങനെ ഒരു യാത്ര ചെയ്യുന്നത് അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ്. ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് നിൽക്കില്ല. അപ്പോൾ നമ്മുടെ തന്നെ ഇപ്പോൾ 1-2 ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ വന്നാലും നന്നായിട്ട് അറിയുന്ന ആളുകൾക്ക് അറിയാം എവിടെയും നല്ല വൃത്തിയിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യുക. അങ്ങനത്തെ ഒക്കെ ഒരു കടയിൽ എവിടെയെങ്കിലും ഒരിടത്ത് നിന്ന് അവിടുന്ന് ആരും അവരെ പറഞ്ഞു വിടില്ല. എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയിൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇപ്പോൾ അവിടുത്തെ ആളുകളുടെ ഇപ്പോൾ ഞാനിപ്പോൾ 2 മണിക്കൂർ മംഗലാപുരം ചിലവഴിച്ചുള്ളൂ. അപ്പോൾ അവിടുത്തെ ആളുകൾ പറയുന്നത് വെച്ചാൽ ഇവന് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നുമില്ല, മറ്റുള്ളവരെ ഉപദ്രവിക്കുക അങ്ങനത്തെ അവിടുത്തെ ഇവനൊരു ഇത്രയും ഒരു ചെറിയ ടൈമിൽ പോലും അവിടുത്തെ ആളുകൾക്ക് അത്ര അറ്റാച്ച്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്നതിൽ നമുക്ക് എത്രത്തോളം വിശ്വാസ്യത ഉണ്ട് എന്നുള്ളത് അവിടുത്തെ ആളുകളുടെ ഒരു സംസാരത്തിൽ നമുക്ക് കിട്ടുന്നില്ല. ഒരു ആൾക്കൂട്ടമർദ്ദനമാണ് വന്നത്. ഇപ്പോഴത്തെ ഈ ഒരു സംഭവത്തിൻ്റെ ഒരു വൈകാരികത ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും സംഭവിച്ചു പോയതായി. സാധ്യത എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ആൾക്കൊരു ചെറിയ രൂപത്തിൽ മാനസിക പ്രോബ്ലം ഉണ്ട്. അതിൻ്റെ ഒരു പ്രയാസം നമുക്കൊരു പൂർണ്ണമായിട്ടൊരു നോർമൽ വ്യക്തിയായിട്ട് നമുക്കത് പറയാൻ പറ്റില്ലല്ലോ. പൂർണ്ണമായിട്ട് നോർമൽ വ്യക്തിയാണെങ്കിൽ നമുക്ക് പറയാം. പിന്നെ മൂപ്പരാറിന് എന്തെങ്കിലും ഒരു സംഘടനയിലോ ജസ്റ്റ് എന്തിനെങ്കിലും പ്രവർത്തിക്കുന്ന ഒരാളല്ല, എന്തിനെങ്കിലും മറ്റുള്ള അങ്ങനെ ഒരു ചെറിയ ഒരു ഇതുപോലും ഇല്ല. അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ അങ്ങനെ വന്നിട്ടുള്ളത്. പിന്നെ അവിടുത്തെ നമുക്കിപ്പോൾ ഒരു ഇങ്ങനെ മൂപ്പര് ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുന്ന CCTV അങ്ങനെയൊക്കെ ഇതുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു ഇത് പ്രകാരം അങ്ങനത്തെ ഒരു സംഭവം ഇങ്ങനെ ബാക്കിയൊക്കെ പോലീസാണ് അന്വേഷിക്കേണ്ടത്. നമ്മൾ അങ്ങനത്തെ അന്വേഷണം നടക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഭാഗവുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങളും സഹകരിക്കാൻ നമ്മൾ തയ്യാറാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. 30ഓളം പേർ ചേർന്നാണ് ആക്രമണം നടത്തിയതെന്നാണ് FIR നിഗമനം. പരിസര പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങളും ടെലിഫോൺ രേഖകളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. സംഭവത്തെ ആഭ്യന്തര വകുപ്പും ഗൗരവമായാണ് കാണുന്നത്. കേസിൽ മുഴുവൻ പ്രതികളെയും പിടികൂടുമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി G. പരമേശ്വര വ്യക്തമാക്കി. അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് മംഗളൂരുവിലും പരിസര പ്രദേശങ്ങളിലും പോലീസ് സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മംഗളൂരു.